കുട്ടികളെ എഫക്റ്റീവായിട്ട് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കളെയും കൂടെ എഡ്യൂക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ ഇന്നൊരു സ്കൂളിൽ പോയി. വളരെ വ്യത്യസ്തമായ വിദ്യാഭ്യാസത്തെ സമീപിക്കുന്ന വളരെ ഉന്നതമായ നിലയിൽ പോകുന്ന ഒരു സ്കൂളാണ്. വളരെ 10-20 കുട്ടികളേ ഉള്ളൂ ഓരോ ക്ലാസ്സിലും. അധ്യാപകരൊക്കെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അധ്യാപകരാണ്. പക്ഷേ അവിടെ ഞാൻ കണ്ടൊരു കാര്യം, അവരെത്ര എഫേർട്ട് ഇട്ടാലും ആ എഫേർട്ടിനെ എല്ലാം മാതാപിതാക്കൾ പൊളിച്ച് കളയുന്ന ഒരവസ്ഥയാണുള്ളത്. പലപ്പോഴും കുട്ടികളെ പറ്റിയുള്ള കാര്യങ്ങൾ ഒന്ന് കേൾക്കാനോ അതിനെ ഒന്ന് പോസിറ്റീവായിട്ട് സമീപിക്കാനോ പോലും പേരൻസ് തയ്യാറല്ല. പലപ്പോഴും അവർ കൊടുത്തുവിടുന്ന ആഹാരം പോലും വളരെ ജങ്ക് ഫുഡാണ്. അവരവരുടെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, അച്ചടക്ക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം അവർ പറഞ്ഞത്, നമ്മുടെ പേരൻസ് എല്ലാം തന്നെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അവരെല്ലാം വലിയ സ്ഥാനങ്ങളിലൊക്കെ ഉള്ളവരാണ്, വളരെ റിച്ചാണ്. ഇവിടെയാണ് നമുക്കൊരു അപകടമുള്ളത്. നമ്മൾ ഡോക്ടർ, എൻജിനീയർ, പ്രൊഫസർ, കളക്ടർ എന്നൊന്നും പറയുന്ന എഡ്യൂക്കേഷനായിട്ട് തെറ്റിദ്ധരിക്കേണ്ട. ഇംഗ്ലീഷ് പറയുന്നത് എഡ്യൂക്കേഷനായിട്ട് തെറ്റിദ്ധരിക്കേണ്ട. കുറേ ഡിഗ്രികൾ സമ്പാദിച്ച് വെച്ചേക്കുന്ന എഡ്യൂക്കേഷനായിട്ട് തെറ്റിദ്ധരിക്കേണ്ട. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കൾച്ചറലായിട്ടും കേർട്ടസി ആയിട്ടും ഒക്കെ ഇടപെടാൻ പറ്റുന്ന, കാര്യങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു പേഴ്സണാലിറ്റിയാണ് എഡ്യൂക്കേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം മക്കളുടെ അധ്യാപകരെ മാനിക്കാനും സ്വന്തം മക്കൾ പഠിക്കുന്ന സ്കൂളിനെ മാനിക്കാനും കഴിയാത്ത ഒരാൾ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്നതിൽ തന്നെ ഒരു തകരാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, നമുക്ക് ഇനിയും കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ മാതാപിതാക്കളെയും കൂടെ ഒരുക്കിയെടുത്തേ പറ്റുള്ളൂ. മാതാപിതാക്കൾ ഒരുപാട് കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നുണ്ട്. പല കാര്യങ്ങളും അറിവില്ലാതെയും മനസ്സിലാക്കാതെയുമാണ് കുട്ടികളിൽ പ്രവർത്തിക്കുന്നത്. ഒരു 10 വയസ്സിന് മുമ്പ് കുട്ടിയെ ശരിയായ ദിശയിൽ എത്തിച്ചില്ലെങ്കിൽ പിന്നീട് ആ കുട്ടിയുടെ ജീവിതം തന്നെ അലങ്കോലപ്പെട്ടു പോകും. ഇതാണ് വാസ്തവം. ചെറിയ പ്രായത്തിൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഫുഡ്, അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ, പ്രത്യേകമായൊരു കാര്യമെന്ന് പറയുന്നത്, മാതാപിതാക്കൾ പലരും കുട്ടികൾക്കൊക്കെ ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ കുട്ടികളുടെ ജീവിതത്തെ അതിഭീകരമായി നശിപ്പിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മാതാപിതാക്കളെയും കൂടെ ട്രെയിൻ ചെയ്ത് ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.